നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ചരിത്രമെഴുതി കേരളത്തിൽ BJP. തൃശ്ശൂരിൻ്റെ ചരിത്രം തിരുത്തിക്കുറിച്ചു സുരേഷ് ഗോപി. ഇടത് വലത് കോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ട് തൃശ്ശൂരിൽ കാവിക്കൊടി പുതപ്പിച്ചു സുരേഷ് ഗോപി എന്ന് ഉറപ്പിച്ചു പറയാം. തൃശ്ശൂരിൽ താമര വിരിയിച്ചിരിക്കുന്നു. കേരളത്തിൽ താമര വിരിയില്ലെന്ന ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഒരു പുതുയുഗ പിറവി തന്നെ സംഭവിച്ചിരിക്കുന്നു. തൃശ്ശൂരിനെ എടുത്ത സുരേഷ് ഗോപി ഇനി കേരളത്തെയും പിടിക്കും. കേരളത്തെ നയിക്കാനുള്ള ഉത്തരവാദിത്തം ഇനി BJP സുരേഷ് ഗോപിക്ക് നൽകും. നടൻ കൃഷ്ണകുമാർ, കൊല്ലത്തെ BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ റിയൽ ഹീറോയായി സുരേഷ് ഗോപി മാറിയിരിക്കുന്നു. ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമായി തൃശ്ശൂർ മാറിയിരിക്കുന്നു. അതിൻ്റെ ഒറ്റ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്ക് തന്നെയാണ്. സുരേഷ് ഗോപിയിൽ വിശ്വാസമർപ്പിച്ച നരേന്ദ്രമോദിക്ക് തന്നെയാണ്. തൃശ്ശൂരിൽ കഴിഞ്ഞ 5 വർഷക്കാലം തൃശ്ശൂരിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം നിന്ന സുരേഷ് ഗോപി, തൃശ്ശൂരിൻ്റെ മനസ്സറിഞ്ഞ സുരേഷ് ഗോപി, തൃശ്ശൂരിലെ ജനതയുടെ വേദനയും ദുഃഖവും തിരിച്ചറിഞ്ഞ അവരുടെ സ്വന്തം നായകൻ, സ്വന്തം പോക്കറ്റിലെ പണമെടുത്ത് മറ്റുള്ളവരെ സഹായിക്കുന്ന മനുഷ്യസ്നേഹി, രാഷ്ട്രീയക്കാരൻ്റെ കാപഠ്യങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യനെയാണ് തൃശ്ശൂരിൻ്റെ ജനത ഏറ്റെടുത്തത്. ഇനി തൃശ്ശൂർ പിടിച്ച സുരേഷ് ഗോപിയെ ഇനി BJPയുടെ ദേശീയ നേതൃത്വം ചുമതലപ്പെടുത്തുന്നത് കേരളം പിടിക്കാനാണ്. ഒരു തനി രാഷ്ട്രീയക്കാരൻ്റെ ആടയാഭരണങ്ങളില്ലാത്ത, ക്ലീഷേകളില്ലാത്ത ഒരു പച്ചയായ മനുഷ്യനായ സുരേഷ് ഗോപിക്ക് അത് സാധ്യമാകുമെന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായി അറിയാം. സുരേഷ് ഗോപിയിലൂടെ BJP ഇനി കേരളത്തിൽ വേരോട്ടമുണ്ടാക്കും, തേരോട്ടം നടത്തും എന്നുള്ളത് ഉറപ്പാണ്. അതിനുള്ള പദ്ധതികൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. കാരണം സുരേഷ് ഗോപി വിജയിക്കുമെന്നത് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു. അതിനുവേണ്ടിയാണ് പ്രധാനമന്ത്രി 3 തവണയിലധികം ആ മണ്ഡലത്തിലെത്തിയത്. ആ യാത്ര വിഫലമായില്ല. കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ BJPക്ക് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു. പല മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു. തിരുവനന്തപുരത്ത് വലിയ പോരാട്ടമാണ് നടന്നത്. അവസാന ഘട്ട വോട്ടെണ്ണലിൽ ചെറിയ ചില പിഴവുകൾ സംഭവിച്ചു. തീരദേശ മേഖലയിലടക്കം ചില വീഴ്ചകൾ സംഭവിച്ചു എന്നതൊഴിച്ചാൽ കേരളത്തിൽ BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകമായിരുന്നു. BJPയുടെ കേരളത്തിലെ നാഴികക്കല്ലാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞത്. എന്തായാലും അവസാനവട്ട ഫലസൂചനകൾ ഇനിയും വരാനുണ്ട്. അപ്പോഴും കേരളത്തിൽ BJPയുടെ നേട്ടം സുരേഷ് ഗോപിയുടെ നേട്ടമാണ്. തൃശ്ശൂർ എന്നത് BJPയെ സംബന്ധിച്ച് ഒരു ചരിത്രമാണ്. ഇനി ആ ചരിത്രത്തിലൂന്നിയുള്ള മുന്നോട്ടുള്ള പ്രയാണമായിരിക്കും കേരളത്തിൽ BJP നടത്താൻ പോവുക. തൃശ്ശൂർ പിടിച്ച, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, തൃശ്ശൂർ പിടിച്ച സുരേഷ് ഗോപിക്ക് കേരളവും പിടിക്കാനാകും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ BJP കേരളത്തിൽ അത്ഭുതങ്ങൾ കാണിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. നമ്മൾ തൃശ്ശൂരിലെ വിജയത്തെ നിസ്സാരവൽക്കരിച്ച് കാണരുത്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപി അവിടെ നേടിയത് 2,93,822 വോട്ടുകളാണ്. അവിടെ കഴിഞ്ഞ തവണ വിജയിച്ച TN പ്രതാപൻ നേടിയ വോട്ടിൻ്റെ എണ്ണം നമ്മൾ മനസ്സിലാക്കണം. 4,15,089 വോട്ട്. രണ്ടാം സ്ഥാനത്ത് വന്ന രാജാജി മാത്യു തോമസ് CPIയുടെ അദ്ദേഹം പിടിച്ചത് 3,21,456 വോട്ട്. ഒന്നാം സ്ഥാനത്ത് വിജയിച്ച TN പ്രതാപനും സുരേഷ് ഗോപിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 1,20,000-ലധികമാണ്. ആ വോട്ട് വ്യത്യാസത്തിനെ മറികടന്നുകൊണ്ടാണ് 75,000-ഓളം ഭൂരിപക്ഷം അദ്ദേഹം ഇപ്പോൾ നേടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം 2 ലക്ഷം വോട്ടുകൾ അധികം സമാഹരിച്ചു എന്ന് നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ വരുമ്പോഴേ അതിലെ കൃത്യത നമുക്ക് പറയാനാകൂ. അപ്പോൾ സുരേഷ് ഗോപി അവിടെ നടത്തിയ ഒരു പ്രചരണം നിങ്ങൾ ചിന്തിക്കണം. സുരേഷ് ഗോപി അവിടെ ഉണ്ടാക്കിയ ഒരു ഓളം നമ്മൾ ചിന്തിക്കണം. 2 ലക്ഷം വോട്ടുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ അധികം 5 ലക്ഷത്തോളം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഒരു സമൂഹത്തെ, ഒരു മണ്ഡലത്തിലെ ജനങ്ങളെ മുഴുവൻ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു മാസ്മരികത സുരേഷ് ഗോപി അവിടെ കാണിച്ചു എന്നുള്ളത്
ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. ഈ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസഭയിൽ അർഹമായ ഒരു പരിഗണന കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. നമുക്കറിയാം, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ, BJP നേതാക്കളിൽ നരേന്ദ്രമോദിക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളിൽ ഒരാളാണ് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപിയുടെ വിജയം എന്നുള്ളത് നരേന്ദ്രമോദിയുടെ കൂടി വിജയമായി മാറുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഈ 3ാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി പോയി. അതിന് പിന്നിലെ കാരണം എന്താണ്? കഴിഞ്ഞ തവണ വിജയിച്ച TN പ്രതാപനെ മാറ്റി K മുരളീധരനെ കൊണ്ടുവരുന്നു. വടകരയിലെ എം പി ആയ K മുരളീധരനെ തൃശ്ശൂരിലേക്ക് ഇറക്കുന്നു. അത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു തന്ത്രപരമായ നീക്കമായിട്ടാണ് എല്ലാവരും കണ്ടത്. സുരേഷ് ഗോപിയെ എതിരിടാൻ TN പ്രതാപനേക്കാൾ നല്ല സ്ഥാനാർത്ഥി K മുരളീധരനാണെന്ന ഒരു വിലയിരുത്തലുണ്ടായി. അതുകൂടാതെ തന്നെ CPI അവരുടെ തൃശ്ശൂരിലെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി, തൃശ്ശൂരിലെന്ന് മാത്രം പറയാൻ കഴിയില്ല, കേരളത്തിൽ തന്നെ CPI നേതാക്കളിൽ ഏറ്റവും ജനകീയനായ സ്വീകാര്യനായ VS സുനിൽകുമാറിനെ ഇറക്കുന്നു. അപ്പോൾ VS സുനിൽകുമാർ വിജയിക്കുമെന്ന ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു ചിന്തയുണ്ടായിരുന്നു. K മുരളീധരൻ ജയിക്കുമെന്ന് കോൺഗ്രസ്സുകാർ കണ്ണുമടച്ച് വിശ്വസിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ചില ചർച്ചകളുണ്ടായി, അല്ലെങ്കിൽ ചില ഊഹാപോഹങ്ങൾ പുറത്തു വന്നു, ചില സൂചനകൾ പുറത്തു വന്നു. മത്സരം ടൈറ്റ് ആവുമ്പോൾ, മത്സരം കൊഴുത്തു കയറുമ്പോൾ സ്ഥിരമായി CPM-ഉം കോൺഗ്രസും ചെയ്യാറുള്ള ക്രോസിംഗ് വോട്ടിംഗ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് CPI-യുടെ സ്ഥാനാർത്ഥി ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, CPM-ന്റെ വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നൽകും. നേരത്തെ TN പ്രതാപനായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിന് CPM-ന് താല്പര്യമുണ്ടായിരുന്നു. K മുരളീധരന് CPM-ന്റെ വോട്ട് പോകുമോ എന്നുള്ള സംശയവും ചിലർ പ്രകടിപ്പിച്ചു. അങ്ങനെയെങ്കിൽ 2ാം സ്ഥാനം വരേണ്ടിയിരുന്നത് K മുരളീധരനായിരുന്നു. ഇപ്പോൾ CPI-ലെ VS സുനിൽകുമാറാണ് നിലവിലെ കണക്കനുസരിച്ച് തൃശ്ശൂരിൽ 2ാം സ്ഥാനത്ത്. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് എവിടേക്ക് പോയി? കോൺഗ്രസിൻ്റെ വോട്ട് സുരേഷ് ഗോപിക്ക് ലഭിച്ചു. അപ്പോൾ CPM-ന്റെ വോട്ട് എവിടേക്ക് പോയി? CPM-ന്റെ വോട്ടും സുരേഷ് ഗോപിക്ക് ലഭിച്ചു. CPI-യുടെ വോട്ടും സുരേഷ് ഗോപിക്ക് ലഭിച്ചു. ചുരുക്കത്തിൽ തൃശ്ശൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഒന്നടങ്കം രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി സുരേഷ് ഗോപിയെ വാരിപ്പുണരുന്നു എന്നുള്ള കാഴ്ചയാണ് തൃശ്ശൂരിൽ നമുക്ക് കാണാനാകുന്നത്. തൃശ്ശൂരിലെ ജനത ഈ നൽകിയ സ്നേഹം, ആ സ്നേഹമെന്നത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി തൃശ്ശൂരിൽ സുരേഷ് ഗോപി നടത്തിയ വികസനങ്ങളുടെ കൂടി ഒരു പ്രതിഫലനമാണ്, അതിനുള്ള ഒരു സമ്മാനമാണ് നൽകിയിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് വിജയിച്ചു കയറിയ സുരേഷ് ഗോപി നരേന്ദ്രമോദി മന്ത്രിസഭയിൽ, 3ാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഒരു പ്രധാന പദവിയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി ലഭിക്കുമെന്ന് നേരത്തെ തന്നെ BJP പറഞ്ഞിരുന്നതാണ്. ആ കേന്ദ്രമന്ത്രിയെ തൃശ്ശൂരുകാർ ഏറ്റെടുത്തിരിക്കുന്നു. തൃശ്ശൂരുകാർ അവരുടെ വാക്ക് പാലിച്ചിരിക്കുന്നു. ഇനി BJPയുടെ ദേശീയ നേതൃത്വമാണ് വാക്ക് പാലിക്കേണ്ടത്. അങ്ങനെ ഒരു കേന്ദ്രമന്ത്രിയായി കേരളത്തിലെത്തുന്ന സുരേഷ് ഗോപി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരു പേടി സ്വപ്നമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു പാവപ്പെട്ട മനുഷ്യനെ കള്ളക്കേസിൽ കുടുക്കി അധികാരത്തിൻ്റെ ഹുങ്കിൽ പോലീസ് കയ്യിലുണ്ടെന്ന അഹങ്കാരത്തിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും അദ്ദേഹത്തെ ഒരു ബലാത്സംഗക്കാരനായി ചിത്രീകരിക്കാനുമൊക്കെ നടത്തിയ ശ്രമങ്ങൾക്കിനി തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പൂർവാധികം ശക്തനായി ഉറച്ച നിലപാടുമായി സുരേഷ് ഗോപി തൃശ്ശൂരിലുണ്ടാകും. ഇതൊരു തുടക്കം മാത്രമാണ്. തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി തുടങ്ങിയിട്ടേയുള്ളൂ. കേരളം അങ്ങോളം ഇങ്ങോളം ഇനി കാവി പുതപ്പിക്കാനുള്ള ഉത്തരവാദിത്തം നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാനുള്ള കഴിവും ആർജവവും സുരേഷ് ഗോപിക്കുണ്ട് എന്നുള്ളത് ഉറപ്പാണ്.